ജസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ നെഗറ്റീവായി പോയത് കാരണം ചിലപ്പോഴും അവരുടെ റാങ്ക് ഒന്ന് പിന്നോട്ട് പോയിട്ട് അഡ്മിഷൻ കിട്ടാതെ പോയ കുട്ടികളുണ്ടാവും. ഉറപ്പായിട്ടും എവിടെയോ നമ്മുടെ ഒരു പ്രാക്ടീസിൻ്റെ കുറവായിരിക്കാം ഒന്ന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് തരുന്നത്. നമ്മളെല്ലാം പഠിച്ച് സെറ്റാണെന്നുള്ള തോന്നൽ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വായിക്കുന്നത് അതാണ് അത് ശരി, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഉണ്ട്, പക്ഷെ നമ്മളെ തോന്നിപ്പിച്ചാണ് പെട്ടെന്ന്. ചിലപ്പോൾ നമ്മൾ വായിച്ചത് തന്നെ ചിലപ്പോൾ എന്താണോ ആൻസർ അത് ചിലപ്പോൾ നമ്മൾ എയിൽ വായിച്ചു പോകും. ഇപ്പോൾ തന്നെ പോർഷൻസൊക്കെ മക്കൾക്കൊക്കെ കഴിയാറായില്ലേ? നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലൊക്കെ പോർഷൻസൊക്കെ കഴിയാറായിട്ടുണ്ടാവും. സോ എല്ലാവരും ഇനി എക്സാമിലേക്ക് പോവുക. എക്സാം എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മക്കളെ, ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ കുറേ ആൾക്കാരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അല്ലേ? നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അവസാനം ചിലപ്പോൾ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ സത്യത്തിൽ നമുക്ക് എവിടെയോ വന്നു ചേരുന്ന നെഗറ്റീവുകൾ വല്ലാതെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കളയും. ഈ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് അത്രയും ഉറപ്പാന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയത്. പക്ഷെ അയ്യോ, നെഗറ്റീവ് ആകുമ്പോഴൊരവസ്ഥ ഉണ്ടല്ലോ, അല്ലാത്തൊരു വേദനിപ്പിക്കില്ല ഇനി അല്ലേ? ഇതെല്ലാ കുട്ടികളുടെ കേസിലും ഉണ്ടാവും. എന്തിനു പറയണം, ചിലപ്പോൾ ഈ എക്സാമിലൊക്കെ തന്നെ ജസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ നെഗറ്റീവായി പോയത് കാരണം ചിലപ്പോൾ അവരുടെ റാങ്ക് ഒന്ന് പിന്നോട്ട് പോയിട്ട് അഡ്മിഷൻ കിട്ടാതെ പോയ കുട്ടികളുണ്ടാവും. ഈ നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം ഞാനൊരു ചെറിയ എക്സാമ്പിൾ ചോദിക്കട്ടെ. നമ്മളൊരു കാര്യത്തിന് കുറേ തവണ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ കാര്യം കാണുമ്പോഴാണ് ഇതാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഉറപ്പായിട്ടും എവിടെയോ നമ്മുടെ ഒരു പ്രാക്ടീസിൻ്റെ കുറവായിരിക്കാം ഒന്ന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് തരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണോ ചിലപ്പോഴും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും തെറ്റുപറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് നമുക്ക് തന്നെ സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റണം. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ കുറേയൊക്കെ നെഗറ്റീവ് കുറയ്ക്കും. പിന്നെന്താ പറയുക, ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് തരും. നമ്മളെല്ലാം പഠിച്ച് സെറ്റാണെന്നുള്ള തോന്നൽ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വായിക്കുന്നത് അതാണ് അത് ശരി, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഉണ്ട്, പക്ഷെ നമ്മളെ തോന്നിപ്പിച്ചാണ് പെട്ടെന്ന്. ചിലപ്പോൾ നമ്മൾ വായിച്ചത് തന്നെ ചിലപ്പോൾ എന്താണോ ആൻസർ അത് ചിലപ്പോൾ നമ്മൾ എയിൽ വായിച്ചു പോകും. അത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ആ ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ നമുക്ക് തെറ്റിത്തരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചില ആളുകളുണ്ട്, ഇതൊന്നും അല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അതാണെന്ന് അങ്ങോട്ട് തോന്നും. അതങ്ങോട്ട് കുത്തി കഴിയുമ്പോൾ തന്നെ അയ്യോ എങ്ങനെ ഒരു ഓപ്ഷൻ, അത് അശ്രദ്ധയെ സത്യത്തിൽ. ആ അശ്രദ്ധ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പീഡിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കും അവർ. അതായത് ബയോളജി വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കുക, ഫിസിക്സിനും കെമിസ്ട്രിയും കൂടുതൽ സമയം കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ബയോളജി വേഗം അങ്ങോട്ട് ചെയ്യും. അങ്ങനെ വേഗം സ്പീഡിൽ അങ്ങോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ അറിയാണ്ട് നമ്മൾ തെറ്റുപറ്റിപ്പോകും. ആ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യും, അയ്യോ അത് തെറ്റി, അവിടെ പോയി. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് 2, 3 എത്തുന്ന സമയത്ത് അയ്യോ അത് തെറ്റിപ്പോയില്ല. ഇത് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, ബാക്കി നെഗറ്റീവ് വരും. അതുകൊണ്ട് മക്കളെ, കഴിയുന്നതും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. ഓവർ കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ പോകാതിരിക്കുക. ഓവർ കോൺഫിഡൻസ് അതിനെ ഉദ്ദേശിച്ചത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യും, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തെറ്റിച്ച് കളയും. സമയമുണ്ട് നമ്മുടെ മുന്നിൽ, ഈ സമയം എടുത്ത് നമ്മൾ ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും തെറ്റ് വരില്ല. ഇനി ചില ആൾക്കാരുണ്ട്, ആദ്യം നല്ല സമയം എടുത്ത് ഇങ്ങനെ ചെയ്യും, അവസാനമാകുമ്പോൾ കുറച്ച് സമയങ്ങളിലും കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ സ്പീഡിൽ നോക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന അവസാനം കുത്തി അങ്ങോട്ട് വെക്കും. പ്ലീസ്, അപ്പോഴും നെഗറ്റീവ് വരും. പിന്നെ ചില ആൾക്കാരുണ്ട്, അവസാനം എത്രയോ ബാക്കി വരുന്ന ക്വസ്റ്റ്യന് എല്ലാത്തിലും എന്നാൽ B അങ്ങോട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ A അങ്ങോട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യുക. അപ്പോഴും നെഗറ്റീവ് വരും. ഒരു കാര്യം ചെയ്യണം പ്ലീസ്, നമ്മൾ കഴിയുന്നതും ഓരോ മോക്ക് എക്സാംസ് എഴുതുമ്പോഴും, നിങ്ങൾ ഓരോ മൊഡ്യൂൾ എക്സാംസ് എഴുതുമ്പോഴും, ഇപ്പോൾ തന്നെ പോർഷൻസൊക്കെ മക്കൾക്കൊക്കെ കഴിയാറായില്ലേ? നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലൊക്കെ പോർഷൻസൊക്കെ കഴിയാറായിട്ടുണ്ടാവും. സോ എല്ലാവരും ഇനി എക്സാമിലേക്ക് പോവുക. എക്സാം എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് തന്നെ എക്സാം എഴുതുക. നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കാൻ ഒരു വലിയ കാര്യം, നിങ്ങൾ പറയും റൂമിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്, റൂമിൽ നിന്ന് ഫിസിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് കിട്ടുന്നില്ല, തെറ്റിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. റൂം എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോണാണ്, അവിടെ ഇരുന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തെന്നറിയോ, അവിടെ നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ചിലപ്പോൾ ഒന്ന് കിട്ടാതെ വരുമ്പോഴേ നമ്മൾ ഇപ്പുറത്ത് വന്ന് നോക്കി സൊല്യൂഷൻ നോക്കിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകാറുണ്ട്.
ഇതൊന്നും ഒരു എക്സാമിനേഷൻ ഹാളിൽ നടക്കില്ല. അവിടെ നമ്മുടെ മുന്നിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവിടെ നമുക്കിതുപോലെ മറിച്ചിട്ടും തിരിച്ചിട്ടും നോക്കാനൊന്നും ഇല്ല, സൊല്യൂഷൻ നോക്കാനില്ല, നമുക്ക് സമയം കൂടുതൽ എടുക്കാനില്ല. അപ്പോൾ സ്പീഡിൽ ചെയ്യണം. പിന്നെ റൂമിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചെയ്തത്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ അല്ല ഒരു എക്സാമിനേഷൻ ഹാളിനുള്ളത്. അവിടെ നിങ്ങൾ റൂമിനുള്ളിലുള്ള ആ കംഫർട്ട് സോൺ അല്ല ഒരു എക്സാമിനേഷൻ ഹാളിനുള്ളിലുള്ളത്. എക്സാമിനേഷൻ ഹാളിനുള്ളിൽ ടോട്ടലി എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് കൂടും. അത് സ്വാഭാവിക, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന കാര്യമാണ്, നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്നതല്ല, അതെല്ലാവർക്കും ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം എക്സാംസ് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സമയം നോക്കി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സ്കോർ കൂടും. നമ്മൾ കുറേ തവണ പ്രാക്ടീസായ സാധനങ്ങൾ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ, നമ്മൾ കുറച്ച് മാത്രം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുത്തുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ കുഞ്ഞുങ്ങളെ എഴുതുക. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരില്ല. സോ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയാം, ഒന്നാമത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പോകുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അല്ലാതെ ചുമ്മാ പോയിട്ട് എഴുതി വെച്ചേക്കരുത്. പിന്നെ അതുപോലെ തന്നെ സമയമില്ല, അടുത്തതിന് കൂടുതൽ സമയം വേണം, അതുകൊണ്ട് ബയോ സ്പീഡിൽ എഴുതുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കും. ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ വായിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഓപ്ഷൻ അങ്ങോട്ട് എടുത്ത് കളയും. അങ്ങനെയൊന്നും എടുക്കാതിരിക്കുക, മുഴുവൻ വായിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക. റിവിഷൻ പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുക. എക്സാംസ് വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുക. എവിടെയാണോ ഓരോ എക്സാം കഴിയുമ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യുക. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെക്കുക. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും അടുത്ത തവണ ആ ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾ പ്രാക്ടീസ് ആക്കുമ്പോൾ അവസാനം നെഗറ്റീവ് മാർക്ക് നന്നായിട്ട് അങ്ങോട്ട് കുറയും. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പം ഒന്നും ആലോചിക്കാനില്ല. നെഗറ്റീവ് മാർക്കൊക്കെ കുറയുമ്പോഴേ മെല്ലെ ഇനി പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ കുറഞ്ഞ് നല്ല സ്കോറിലേക്ക് എത്തുമ്പോൾ താഴെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാണാം മക്കളെ. ഓക്കെ, അപ്പോൾ JPSൻ്റെ ഈ ചാനലിൽ ഇനിയും വീഡിയോസ് വരും. മക്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണേ. കാണാം നമുക്ക് മുന്നോട്ടേക്ക്. ഓക്കെ, താങ്ക് യു.